നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പാമ്പാടി വാർത്തയുടെ ശിവരാത്രി ആശംസകൾ. ശിവരാത്രിയോടനുബന്ധിച്ച് പാമ്പാടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ഇളനീർ തീർത്ഥാടനം നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. മീനടം ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവം മാർച്ച് 4 വരെ. കുംഭഭരണി മീനെടുത്ത് നടക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭഗവതി. യുവതലമുറയുടെ പോക്ക് എങ്ങോട്ട്? സാജൻ പാമ്പാടി എഴുതുന്നു. യുവതലമുറ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യത്ത് കുടിയേറിയ മലയാളികളുടെ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ കാണുന്ന തലമുറകൾ തന്നെ 15 മുതൽ 30% മാത്രമേ ആരാധനകളിലോ മതവിശ്വാസമായ രീതിയിലോ ജീവിക്കുന്നുള്ളൂ. മതപരമായ ആചാരങ്ങൾ ഇവർക്ക് ഒരു ആഘോഷം മാത്രമാണ്. 70% പേർക്കും അതിൻ്റെ അനിഷ്ടങ്ങളിലോ ആചാരങ്ങളിലോ വിശ്വാസം ഇല്ല. ഉത്സവം, പെരുന്നാൾ എന്നിവയ്ക്ക് അവർ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അത് ഭക്തിയോടെയാണോ എന്ന് മാത്രം ചോദിക്കരുത്. അവർക്ക് അതൊരു രസകരമായ അനുഭവം. പച്ചയ്ക്ക് പറഞ്ഞാൽ അടിച്ചു പൊള്ളിക്കുക, ആചാരങ്ങൾ കാണുക എന്നതല്ലാതെ അതിൽ വേണ്ട വിശുദ്ധിയോ നിയമങ്ങളോ പാലിക്കുന്നില്ല. പണ്ടുകാലത്ത് വ്രതശുദ്ധിയോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും വ്രതമില്ലാതെ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഏതു മതവിശ്വാസത്തിലും അവരുടേതായ അനിഷ്ട ആചാരങ്ങളും വ്രതങ്ങൾ എന്നിവയുണ്ട്. മാർച്ച് മാസത്തിൽ റമദാനും വലിയ നൊയമ്പ് ഒന്നിച്ചു വരികയാണ്. ശരിക്കു പറഞ്ഞാൽ നൊയമ്പ് പോലും പുതിയ തലമുറ കാണുന്നത് അവരുടെ പുതിയ കാഴ്ചപ്പാടിലാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ആരാധനാ ദിവസങ്ങളിൽ കുട്ടികളുടെ അഭാവം നല്ലവണ്ണം കുറഞ്ഞു തുടങ്ങി. വിദേശത്ത് ചേക്കേറിയവരുടെ തലമുറയ്ക്ക് ആരാധനയ്ക്ക് പോകുന്നതിനോട് ഒന്നും വലിയ താല്പര്യമില്ല. 20 മിനിറ്റ് കൊണ്ട് തീർത്തു പോരാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും മദ്യത്തിനും പുകവലിക്കും എന്നിവയ്ക്ക് വലിയ തോതിൽ വശംവദരായ ചില ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കാത്തവരെ കുറ്റപ്പെടുത്തുകയും ഉപയോഗിക്കാൻ പ്രേരണ ചെയ്യുകയും ചെയ്യുന്നു. സ്കൂൾ പരിസരങ്ങൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡ്, ഹോട്ടൽ എന്നിവിടങ്ങളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ മാഫിയ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ചില ചെറുപ്പക്കാർ അന്ധവിശ്വാസികൾ ആയി മാറിയിരിക്കുന്നു. അവർക്ക് ദേവാലയങ്ങൾ തട്ടിപ്പ് പ്രസ്ഥാനമായി തുല്യമായി കാണുന്നു. യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങൾ സമീപത്ത് ഇല്ലാത്തതും യുവതലമുറയും ഇപ്പോഴത്തെ കുട്ടികളും വിശ്വാസങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അകന്നു പോകുന്നതും വേറെ ഒരു കാരണം. ഇന്ന് യൂറോപ്പിൽ എത്തുന്ന യുവാക്കന്മാർ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് എത്തുന്നത്. മറിച്ച് പണ്ട് യൂറോപ്പിലോ ഗൾഫിലോ എത്തിയവർ അവരുടെ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ മാറ്റാനായി വരുന്നു. എന്നാൽ ഇത് അതല്ല സ്ഥിതി വിശേഷം. 2040 ആകുമ്പോഴേക്കും കേരളത്തിൽ 60-80 വയസ്സിനിടയിൽ ജീവിക്കുന്നവർ മക്കളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. മക്കൾക്ക് അമ്മയോടോ അപ്പനോടോ കടപ്പാട് ഇല്ലാതാകുകയും സ്നേഹബന്ധങ്ങൾ കുറയുകയും ചെയ്യും. വിദേശത്ത് കുടിയേറിയവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറായി തുടങ്ങി. അവിടെയുള്ള സായിപ്പ് എന്ന് നാം വിളിച്ചിരുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ 70-ന് മേൽ ജീവിച്ചിരുന്നാൽ കെയർ ഹോമിലാണ്. ഇതേ അവസ്ഥ തന്നെയാണ് യൂറോപ്പിലെ ഓരോ പ്രവാസിയും ഇനിയുള്ള കാലത്ത് പ്രതീക്ഷിക്കുന്നത്. നാം പറഞ്ഞു വരുന്നത് യുവതലമുറ വരും കാലത്ത് ആരാധനകളെയും വിശ്വാസങ്ങളെയും വിട്ട് വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് തന്നെ വേദവാക്യം പറയുന്നതും അന്ത്യകാലത്ത് വിശ്വാസം ഇല്ലാതാകുകയും മക്കൾ അമ്മ അപ്പന്മാരെ സ്നേഹിക്കാത്തവരും ആകുമെന്ന് പറയുന്നത് സത്യമാകും. നാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലാതെ പക്ഷം തലമുറകൾ വഴി പിഴയ്ക്കാം. മയക്കുമരുന്നും മദ്യവും അകറ്റാൻ കഴിയുകയും കുട്ടികളെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയിലൂടെ നടത്തിയാൽ കരിയിടാൻ മക്കൾ കാണും, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് പുറംപോക്ക് ഭൂമി പോലും കാണില്ല. വിദേശ വാർത്തകൾ. UK-യിലെ മലയാളി അസോസിയേഷൻ കൂട്ടായ്മയായ യുക്മയുടെ 9ാമത് ഭരണസമിതിയിലേക്ക് ബ്രാമിങ്ടൺ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി കോട്ടയം കുരവലങ്ങാട് സ്വദേശിയായ എബി സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ജയകുമാർ നായർ, ട്രഷറർ ആയി സിജോ വർഗീസും, വൈസ് പ്രസിഡന്റ് വർഗീസ് ഡാനിയൽ, സ്മിത തോട്ടം, ജോയിന്റ് സെക്രട്ടറി സണ്ണിമോൻ മാത്തേൽ, റെയ്മോൾ നിധീരി, ജോൺ ട്രഷറർ പീറ്റർ തന്നൂളിൽ എന്നിവർ അടങ്ങിയ പുതിയ ഭരണസമിതിയാണ് ചുമതലകൾ ഏൽക്കുന്നത്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും കോടികൾ തട്ടിയ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. UK-യിലെ സാമൂഹ്യ പ്രവർത്തകർ നടത്തിയ ഇടപെടലാണ് പ്രതികളെ അറസ്റ്റിന് ഈടാക്കിയത്.
പ്രതികൾ ഒരു സാമൂഹ്യ പ്രവർത്തകന് നേരെ വധം ഭീഷണി ഉയർത്തിയതായി പറയുന്നു. UK-യിൽ നേഴ്സ് ജോലിയിലേക്കുള്ള ഇന്റർവ്യൂ തൽക്കാലം NHS നിർത്തിവച്ചിരിക്കുന്നു. പലപ്പോഴും ഹെൽത്ത് കെയർ വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ ചിലരുടെ ശ്രമം നടക്കുന്നു. ഇതിലൂടെ പലർക്കും പണം നഷ്ടമായി. ഇതോടെ പലരും സാമൂഹ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും അവരിലൂടെ വാർത്ത പുറംലോകം അറിയുകയും ചെയ്തു. വിദേശ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്യാൻ അഷ്വർ സ്ഥാപനത്തിന്റെ ഉടമ പ്രീതി മാത്യുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ക്യാൻ അഷ്വറിൽ വിദേശ ജോലി ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചവർ നിരവധിയുണ്ട്. ഇവർക്ക് ജോലി ലഭിക്കാതെ വരികയും പണം തിരികെ ചോദിച്ചപ്പോൾ സഞ്ജയിനെ ഉപയോഗിച്ച് വിരട്ടുകയുമായിരുന്നു. പണം നഷ്ടപ്പെട്ട നിരവധി പരാതികളാണ് കോട്ടയം വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കർണാടകയിലെ കുടകിൽ ഇരുവരും ഒളിവിൽ കഴിയുകയായിരുന്നു. രഹസ്യ വിവരം കിട്ടിയ വെസ്റ്റ് പോലീസ് കുടകിലെത്തി വീട് വളഞ്ഞു. അപകടം മനസ്സിലാക്കിയ സഞ്ജയ് ഇറങ്ങിയോടി. തുടർന്ന് ഇന്നാണ് സഞ്ജയിനെ അറസ്റ്റ് ചെയ്യുന്നത്. CI സഞ്ജയ് ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നിന്നും 1 മാസം മുൻപ് മുങ്ങിയത് കുംഭമേളയ്ക്ക് പോകാനെന്ന് പറഞ്ഞാണ്. ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധം തുടങ്ങുന്നത് സഞ്ജയ് മല്ലപ്പള്ളി CI ആയിരിക്കെയാണ്. തോപ്പുംപടി CI ആയി ജോലി ചെയ്യവേ കള്ളടിച്ച് അലമുണ്ടാക്കിയതിന് നിലവിൽ സസ്പെൻഷനിൽ കഴിയുകയാണ് സഞ്ജയ്. അത്തിമൂട്ടിൽ AA നൈനാൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 3 മണിക്ക് പാമ്പാടി ഈസ്റ്റ് സെന്റ് മേരീസ് ചെറിയ പള്ളിയിൽ.